കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ എന്താ തിരക്ക്! ഇന്നലെ തിരക്ക്, ഇന്ന് തിരക്ക്. ഏകാശി വിളക്കിൻ്റെ തിരക്കുകളും അവധി ദിവസത്തെ തിരക്കുകളും ഒക്കെ ആയിട്ട് രാവിലെ ഞാൻ ആ തിരക്കിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതൊന്നും വലിയ വ്യത്യാസമൊന്നും ആയിട്ടില്ല. എപ്പോഴും പടിഞ്ഞാറ നട കുറച്ച് ഒഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും 2:30 അടയ്ക്കും എന്നുള്ള അനൗൺസ് ഏത് സമയവും ഇങ്ങനെ പോസ്റ്റ് ഉണ്ടെങ്കിൽ കൂടി തിരക്കിന് യാതൊരു ശമനവും ഇല്ല. ഗുരുവായൂരപ്പനെ ദർശിക്കാനുള്ള ആ കഠിനമായ യാത്രയിലൂടെ ഇങ്ങനെ ആളുകൾ, ഭക്തരിങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ്. അതുപോലെ അംബാനിയുടെ വരവ്, ദേവസ്വം ഹോസ്പിറ്റലിന് 15 കോടി രൂപയുടെ ചെക്ക് കൊടുക്കലും, അവർ വന്നത് 25 ആളെന്നിപ്പോൾ സ്പെഷ്യൽ VIP ദർശനമൊന്നും ഇല്ലാത്ത കാരണം 25,000 രൂപ കൊടുത്തിട്ട് 25 ആൾക്ക് നെയ്വിളക്ക് ടിക്കറ്റ് എടുത്തിട്ടൊക്കെയാണ് കയറിയെന്ന് തൊഴുതു. അതങ്ങനെ എല്ലാം കൊണ്ടും നല്ല തിരക്കും എല്ലാം കൊണ്ടും എന്താ പറയുക, പറ്റിയ സമയമാണ്. ഭക്തർക്കൊക്കെ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും ഗുരുവായൂരപ്പനെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ അത് അതിവിശേഷമാണല്ലോ. ഏകാശി കാലങ്ങളിൽ ഇന്നലെ ഇപ്പോൾ കോടതി വിളക്കും ഗാനമേളയും ഒക്കെ ആയിട്ട് അങ്ങനെ ഇന്നത്തെ മറ്റു പരിപാടികൾ, സുഹൃത ഹോമത്തിൻ്റെ പ്രസാദ വിതരണം, അതൊക്കെ അല്ലായിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ വ്യത്യാസമായി. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് മഞ്ജുളാലിനെ പ്രദക്ഷിണം വെച്ച് വന്ന് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്താം. ഇന്നലെയൊന്നും അങ്ങോട്ടൊന്നും പ്രവേശിക്കാനേ പറ്റിയിരുന്നില്ല വൈകുന്നേരമൊക്കെ. ഇന്നിപ്പോൾ അവിടെ വലിയ തിരക്കൊന്നുമില്ല. അവിടെ ഒന്ന് ഗണേശനെ ഒന്ന് തൊഴുത് നമ്മൾ നേരെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വന്ന് അകത്തേക്ക് നോക്കുമ്പോൾ കൊടിമരം കാണാം. അവിടെയൊക്കെ അലങ്കരിച്ചിങ്ങനെ ഏകാശിയുടെ വാദ്യങ്ങളും ഇതൊക്കെ ഉള്ള കാരണം നിറയെ അലങ്കാരങ്ങളാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ആദ്യത്തെ ആ വലിയ ബലിക്കല്ല് കണ്ട് തൊഴുത് മുകളിലേക്ക് നോക്കിയ ഗണേശൻ്റെ, അതായത് നമ്മുടെ കേശവൻ്റെ 2 കൊമ്പുകളെ സ്വർണം കെട്ടിയത് കാണാം. അതിന് നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയും കണ്ട് നേരെ വാതിൽപ്പടി അങ്ങോട്ട് കയറിയ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ വിഗ്രഹവും പീഠം, അതേപോലെ കിടാവിളക്കൊക്കെ കാണാം. വലതേ സൈഡിൽ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ തൂണ് നോക്കിയിട്ട് ഒന്ന് നരസിംഹാവതാരത്തെ സ്മരിക്കാം. എന്നിട്ട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിവിശേഷമായ കാഴ്ച. എന്തൊരു രസമാണെന്നറിയോ! നല്ല രസം. നിറയെ പൂക്കളും നല്ല സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ വിളക്കിലുള്ള നെയ്ദീപങ്ങളുടെയും പ്രകാശം ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ നമുക്ക് കാണാനുള്ളത് ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, അങ്ങനെ ഊഞ്ഞാൽ കാണാണ്ട്, ഊഞ്ഞാലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്ന് 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഊഞ്ഞാലാടുക കേട്ടോ നമ്മുടെ പൊന്നുണ്ണി. എന്ത് രസമാണ്! മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാലേ വെണ്ണുരുളിയും ഒക്കെ കഴിച്ച് എന്താ പറയുക, ആ സദ്യയൊക്കെ കഴിച്ചിട്ടേ വയറൊക്കെ ഇങ്ങനെ കുഞ്ഞുണ്ടൊക്കെ വീർത്ത് അതിമനോഹരമായിട്ടുള്ള ആ ഒരു ഇതാണ്. അമ്മേ ഞാനൊന്ന് കളിക്കാൻ പോട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് യശോദാമ്മ കെട്ടിക്കൊടുത്ത ഊഞ്ഞാലിലിങ്ങനെ ഇരുന്ന് ആടുകയാണ്. എന്നിട്ട് ഭക്തരെ ഇങ്ങനെ നോക്കി ചിരിക്കുക. ഞാൻ ഇങ്ങനെ ഊഞ്ഞാലാടുക കേട്ടോ, നിങ്ങളൊക്കെ കണ്ടോളൂ, നിങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, തിരക്കൊക്കെ ഞാൻ കാണണ്ടേ, എങ്ങനെയായാലും എൻ്റെ അടുത്ത് എത്തിയല്ലോ, നിങ്ങളെ ഗുരുവായൂർ എത്തിയല്ലോ, നിങ്ങളെല്ലാവരും ഞാൻ അനുഗ്രഹിച്ചോളാം എന്നാണ് പറയണത്. തൊഴാൻ പറ്റിയില്ലെങ്കിൽ കൂടി, എന്നെ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ, ആ കേൾക്കുമ്പോൾ കൂടെ വന്നിട്ട് എൻ്റെ തിരുനടയിൽ നിന്ന് തൊഴുതോളൂ. അല്ലാതെ പറ്റാവുന്നവരൊക്കെ വന്ന് തൊഴട്ടെ, അല്ലാതെ എല്ലാറ്റിനും ഒരു പരിമിതികളുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ദർശനം മനസ്സുകൊണ്ട് തരുന്ന ആ കണ്ണനാണേ. എന്താ കാഴ്ച! നല്ല രസമായിട്ട് പുഞ്ചിരിച്ച് അങ്ങനെ ആ തിരുമുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട്, 2 തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂവും തുളസിയും തെച്ചിയും തുളസിയായിട്ടുള്ളതും. അതേപോലെ നല്ലൊരു ഉണ്ടമാല, അതും എങ്ങനെയാ വെച്ചാൽ തെച്ചി, തുളസി, വെളുത്ത പൂവ്, പിന്നെ കൈവളകൾ, തോൾവളകൾ ഒക്കെ അങ്ങനെ
പിന്നെ അതേപോലെ ഗോപീതിലൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ആ ചിരിയാണ് എന്താ വെച്ചാൽ നല്ല സദ്യയിലൊക്കെ ഉണ്ടിട്ട് ആ വെണ്ണയൊക്കെ ഇങ്ങനെ കൂട്ടി കഴിച്ച് അതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ്. ആ ഒരു കാഴ്ചയാണ് നമുക്കും തരുന്നത്. അപ്പോൾ അവിടെ മനസ്സും ശരീരമൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന പൊന്നുണ്ണിയെ നമ്മൾ കാണുമ്പോൾ നമ്മളെ വിഷമങ്ങളൊക്കെയും അവിടെ അങ്ങോട്ട് ഇല്ലാതെയാവുകയാണ്. അതിനുള്ളൊരു പ്രതിവിധി ആ ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് കാണിച്ചു തരുവേ. അതാണ് ഇപ്പോൾ നമ്മൾ എങ്ങനെയായാലും ഗുരുവായൂരപ്പൻ്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി നമ്മൾ തൊഴുത് കാണുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണെങ്കിലും ആ ഗുരുവായൂരപ്പൻ്റെ ആ തിരുനടയിൽ നിന്ന് ഗുരുവായൂരപ്പനെ കാണുക എന്നങ്ങനെ വിചാരിക്കുക കേട്ടോ മനസ്സുകൊണ്ട്. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ അതിന് ശേഷം നമ്മൾ നേരെ ആദ്യം കാണുന്ന അഗ്നികോണിലുള്ള ബലിക്കല്ല് കണ്ട് തൊഴുത്, പിന്നെ തിടപ്പള്ളി നോക്കി തൊഴുതു. പിന്നീട് നമ്മളിങ്ങനെ വന്ന് ആലിലക്കണ്ണനെയും കണ്ട് തൊഴുതു. പിന്നെ കാണുന്നത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്കാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ അങ്ങനെ കൊമ്പ് തുമ്പിക്കൈയൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. എന്നാലും അവിടെ ഇങ്ങനെ കാണാം. നമുക്ക് ഏത്തടാനൊക്കെ ആളുകൾ ശ്രമിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും അത്രയ്ക്ക് വിലപ്പോവില്ല, കാരണം അത്രയ്ക്കും തിരക്കാണ്. പെട്ടെന്ന് മാറേണ്ട അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പറ്റും. കാണുന്നത് ഇങ്ങനെയാണ്. കിരീടം വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്, ധാരാളം മാലകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കണ്ട് തൊഴുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. അപ്പോൾ നമ്മുടെ സരസ്വതി ദേവിയുടെ പുതിയ ഫോട്ടോ അതിങ്ങനെ കാണാം. കിടാവിളക്കും കത്തി നിൽക്കുന്നത് കാണാം. അപ്പോൾ സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോന്ന് ആ കോർണറിലെത്തിയാലേ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ മേൽശാന്തിരി അവിടുന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് വാമനരൂപം, ഗജേന്ദ്രമോക്ഷം, അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണു, അനന്തശായിയായ അനന്ത പത്മനാഭനെ കണ്ട് തൊഴാം. അവിടെ ധാരാളം പൂക്കളുണ്ട്, നല്ല വലിയ മാലകൾ, താമരമാല ഉണ്ട്, അതേപോലെ തുളസിമാലകൾ ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാൽപാദത്തിൻ്റെ അവിടെ നിന്ന് തൊഴുത് നമ്മൾ ശ്രീലകത്തിൻ്റെ പുറകുവശത്ത് എന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ നരസിംഹസ്വാമിയെ ഇങ്ങനെ കണ്ടു തൊഴാം. ഉഗ്രരൂപിയായ നരസിംഹത്തിനെ ഇങ്ങനെ കണ്ടു തൊഴുത് നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട്, അതേപോലെ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, കൃഷ്ണനൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ മുരുകനെ കാണാം. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ നിന്ന് വെറ്റിലമാല രണ്ടെണ്ണമുണ്ട്, ഒരു ലിഖിതമാല ഉണ്ട്, കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെ അവിടുന്ന് വന്ന് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ആ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ നൃത്താറയും മണിക്കിണറും ഒക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വന്ന് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. ഇന്ന് വടക്കേ നടയിലൊന്നും അധികം തിരക്കില്ല. കാരണം എന്താ വെച്ചാൽ പുതിയ VIP ദർശനം ടോക്കനൊന്നും ഇല്ലാത്തതുകൊണ്ടേ അവിടെ ഒന്നും തിരക്കില്ല. നെയ്വിളക്കിൻ്റെ മാത്രമേ ഒരു തിരക്കുള്ളൂ. ബാക്കി മുഴുവൻ ജനറൽ ക്യൂവിൻ്റെ തിരക്കാണ്. അങ്ങനെ വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. എന്നിട്ട് നമ്മൾ ഭഗവതിയുടെ അടുത്തേക്ക് ഇടത്തരികത്ത് രാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോരാം. അവിടെയും കുറച്ചൊക്കെ തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ കാണാൻ വരുമ്പോൾ ഭഗവതി ഗോളക തന്നെയാണ്. താഴത്തൊക്കെ നിറയെ പൂക്കളുണ്ട്. ഇന്ന് വ്യത്യസ്തമായിട്ട് എന്താ വെച്ചാൽ ഭഗവതിയുടെ അടുത്ത് ഒരു ഓടക്കുഴൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഉണ്ട് എന്നർത്ഥം. ഉണ്ണിക്കണ്ണൻ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു തെളിവ് വെച്ചിട്ടുണ്ട്.
പിടിച്ചെണ്ണമൊന്നുമല്ല, അങ്ങനെ ഓടക്കുഴലിങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. ഏതോ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത സമർപ്പിച്ചതാവാം, അല്ലെങ്കിൽ തിരുമേനി അവിടെ വെച്ചതാവാം. എന്തായാലും അത് നല്ലൊരു രസമായിട്ട് കാണാനുണ്ട്. അപ്പോൾ ഭഗവതീനെ എല്ലാവരും നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇനി എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ, പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ കണ്ട് തൊഴുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. എന്നിട്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ഇങ്ങനെ വന്ന് നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വരുമ്പോൾ അലങ്കാരമൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരുമ്പോൾ കിടാവളൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ അവിടെയൊക്കെ എന്താ വെച്ചാൽ അവിലും ഇതൊക്കെ വേർതിരിക്കുകയാണ്. കാരണം അത്രയും തിരക്കുള്ള കാരണമേ ഓരോന്നോരോന്നും ഇങ്ങനെ വന്ന് ഇങ്ങനെ കൂടല്ലേ, ഭഗവാൻ ഇങ്ങനെ സമർപ്പിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിക്കുന്ന ജോലിക്കാരെയൊക്കെ കാണാം. അതിന് ശേഷം അയ്യപ്പൻ്റെ അടുത്തേക്ക് വരിക. അയ്യപ്പൻ്റെ അടുത്ത് വരുമ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ച. അയ്യപ്പസ്വാമിയെ കാണുമ്പോൾ ഇന്ന് എന്ത് രസമാണെന്ന് അറിയാം. ഇന്നിപ്പോൾ ചന്ദനം കൊണ്ടുള്ള ചാർത്തല്ല, അന്ന് ആ ഗോളക തന്നെയാണ്, കിരീടമൊക്കെ ഉള്ള ഗോളകയാണ്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ നല്ല പച്ച കല്ല് അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ രണ്ട് വലിയ സ്വർണത്തിൻ്റെ തന്നെയാണ് നെക്ലസ് പോലത്തെ ചുവന്ന കല്ല് വെച്ച പാലക്കാമാല. അതങ്ങനെ കാണുമ്പോൾ എന്ത് തിളക്കാന്നറിയും. വേറെ ഒരു ആഭരണവും വേണ്ട, അതായത് മറ്റൊരു ആഭരണം വേണ്ടാത്ത മാതിരിയാണ് ഇന്ന് കാഴ്ച. അത്രയ്ക്ക് മനോഹരം. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അതാണ് അയ്യപ്പൻ്റെ അവിടുത്തെ ആ ഒരു കാഴ്ച. നല്ല വെള്ള പാവുകൊണ്ട് ഇങ്ങനെ ഉടുപ്പിച്ച് ഇങ്ങനെ നല്ല തേജസ്സോട് കൂടിയിട്ട് ആ പാലക്കയുടെ തിളക്കാണ് വളരെ. അത് ഒറ്റ പാലക്ക പച്ചയും മറ്റ് രണ്ടെണ്ണം ചുവപ്പും. അതിങ്ങനെ ആ കല്ലുകൾ ഇങ്ങനെ തിളങ്ങിയിട്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രദക്ഷിണം വെച്ച് അങ്ങനെ പോന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാൻ നോക്കുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നമ്മളവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഭഗവതി നടയിലും വീണ്ടും വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിയെ ഒരിക്കൽ കൂടി കണ്ടിങ്ങനെ വന്ന് തെക്കേ നടയിലുള്ള കൂവളത്തിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും അതേപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വിജയത്തിലെത്താനും അസുഖങ്ങളൊക്കെ മാറാനും വേണ്ടിയിട്ട് എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ലഭിക്കുമാറാവട്ടെ. ഹരേ കൃഷ്ണ.